ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിവാഹത്തിന്റെ തീയതി നിശ്ചയിക്കുന്നതിനൊരു ഫംഗ്ഷൻ ഉണ്ടാവുമല്ലോ. ആ ഫംഗ്ഷനില് നവീന്റെ വധുവായിട്ട് കീർത്തിയായിരിക്കും ഞാൻ കൊണ്ടുചെന്ന് നിർത്തുന്നത്. അതുവരെ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമെങ്കിൽ മാത്രം. ഗാഥാ ശ്രീനിവാസിന്റെ വിവാഹമായാലും മറ്റെന്ത് ചടങ്ങായാലും അതൊരു ചെറിയ സ്ഥലത്ത് ഒതുങ്ങേണ്ടതല്ല. മമ്മിയുടെ തീരുമാനം അങ്ങനെ. എന്റെ മോളെ എല്ലാവരും സ്നേഹത്തോടെയും ആദരവോടെയും നോക്കുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ അതിനേക്കാളും ഇഷ്ടം നിന്റെ സൗഭാഗ്യങ്ങളിൽ അസൂയയോടെ ആളുകൾ നിന്നെ നോക്കിക്കാണുന്നതാണ്. ഈ ഫോട്ടോ സിത്താര മാഡം കാണുന്ന എവിടെയെങ്കിലും വെക്കണം. എന്നിട്ട് ഇത് കാണുമ്പോൾ അവരുടെ മുഖത്തെ ഭാവം എന്താണെന്ന് നോക്കണം. എന്നെ കൊലയ്ക്ക് കൊടുത്താലേ സമാധാനം കിട്ടുള്ളല്ലേ? ഇത് ഞാൻ കൊണ്ടുവന്നാണെന്ന് അവരറിഞ്ഞാലോ? എങ്ങനെ അറിയാനാ? നിനക്ക് തങ്കത്തെ അറിയാവുന്ന സിത്താര മാഡത്തിന് അറിയില്ലല്ലോ. അല്ല ഗോപാലേട്ടാ, ഇതിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഗോപാലേട്ടൻ ഈ ഫോട്ടോ കൊണ്ടുചെന്ന് സിത്താര മാഡത്തെ നേരിട്ട് കാണിച്ചാ പോരെ? അതോടെല്ലാം കഴിയുമല്ലോ. എല്ലാം കഴിയും. ചിലപ്പോഴേ എന്റെ ശവമടക്കം കഴിയും. എന്റെ പൊന്ന സുനന്ദേ, അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. നീ അവരെ കുറിച്ച് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു വെച്ചിരിക്കല്ലേ? എന്നിട്ടല്ലേ പിന്നെ ഞാൻ അവരുടെ മുന്നിൽ പോയി നിൽക്കാൻ? ദേ, ഒരു കാരണവശാലും കൃഷ്ണ ഈ ഫോട്ടോ കാണരുത്. എല്ലാ പാവപ്പെട്ട അമ്മയ്ക്കും മോൾക്കും വേണ്ടിയാ. കൊടുത്ത് സഹായിക്കാൻ നമ്മളെ ഇതൊന്നും ഇല്ലല്ലോ. ഈ ഒരു സഹായെങ്കിലും ആവട്ടെ. ശരി, ഞാൻ ചെയ്തോളാം. കൃഷ്ണേ, നീ ഇതുവരെ റെഡിയായില്ലേ? ആഹാ, ഇതാണോ ചേരില്ല എന്ന് പറഞ്ഞ്? ഇപ്പൊ സിറ്റിക്കകത്ത് നടക്കുന്ന അടിപൊളി പെമ്പിള്ളേരെ പോലെ ആയില്ലേ? അല്ലേ സുരന്ദേ? ഇതൊക്കെ ഇട്ടാലേ കൃഷ്ണക്ക് നന്നായി ചേരും ഗോപാലേട്ടാ. ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. നീ എങ്ങനെയുണ്ട്? അത് ഒരു ദിവസം കൃഷ്ണയുടെ ഡ്രസ്സ് കേടായപ്പോഴേ സിത്താര മാഡത്തിന്റെ മോളുടെ ഡ്രസ്സാ എടുത്തിട്ടത്. സിത്താര മാഡത്തിന്റെ മോളുടെ ഡ്രസ്സ് കൃഷ്ണ എടുത്തിട്ടോ? കാര്യങ്ങൾ പോകുന്ന ഒരു പോക്കേ. എന്ത് കാര്യങ്ങള്? ഒന്നുമില്ല മോളെ. എന്നാ പിന്നെ നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. സുനന്ദേച്ചി, എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇതിട്ട് നടക്കാൻ. ദേഹത്തൊന്നും ഇല്ലാത്തതുപോലെ. മിണ്ടാതെ എന്റെ കൂടെ വന്നോണം ഗോപാലേട്ടാ. ഞങ്ങള് പോയിട്ട് വരാം. പിന്നെ ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട. ആ ശരി, വാ മോളെ. ഈശ്വര, കല്ലും നെല്ലും ഒന്ന് വേർതിരിച്ച് തരണേ. ആ തങ്കയൊന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. ഇപ്പൊ രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ നേരം വരെ ഇടയ്ക്കിടയ്ക്കൊരു മിന്നല് പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചു നേരമായിട്ടില്ല. അത് ഷോക്കിന്റെ ആഫ്റ്റർ എഫക്റ്റാ. കുറച്ച് കഴിയുമ്പോ പൂർണ്ണമായിട്ട് മാറിക്കോളും. മോളെ, സിത്താരയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവോ? അവരുടെ സംസാരം കേട്ടപ്പോ ആദ്യം എനിക്കങ്ങനെ തോന്നി. പിന്നെ അവരെപ്പോഴും ഗൗരവത്തിലാണല്ലോ സംസാരിക്കുന്നത്. എടി നിർമ്മലേ, നീ ഇജാതി പരീക്ഷണങ്ങൾക്കൊന്നും ഇനി ഇറങ്ങി പുറപ്പെടല്ലേ. നമ്മൾ ആരും ജീവനോടെ ബാക്കി ഉണ്ടാവൂല. ജീവിച്ചിരുന്നാലല്ലേ നിർമ്മല എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ.
എങ്ങനെയുണ്ട് നിർമ്മലെ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഉദയനോ? വന്നപ്പോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആ, ചില വിഷമങ്ങൾ ഉണ്ടാവുന്നത് പിന്നീട് വരാൻ പോകുന്ന ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമോ? നവീന്റെ ഗാഥയുടെയും വിവാഹ നിശ്ചയം നടത്തിയെങ്കിലും എനിക്കതില് പൂർണ്ണമായിട്ടൊരു തൃപ്തിയില്ലായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷോക്കേറ്റപ്പോ അക്കാരണം പറഞ്ഞ് വിവാഹ തീയതി നിശ്ചയിക്കുന്നതിൽ നിന്ന് ഞാൻ പിന്മാറിയത്. എന്റെ മകൾ നവീനെ വിവാഹം കഴിച്ച അവരുടെ ജീവിതത്തിന് മുകളിൽ ഒരു വലിയ ശാപം തന്നെ ഉണ്ടാവും. നിർമ്മലയുടെ മകൾ കീർത്തിയുടെ. കുഞ്ഞുനാൾ മുതലേ സ്നേഹിച്ച ഒരാളെ നഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി. അതൊരു വേദനയാണ്. ഞാനൊരു അമ്മയല്ലേ, അത് മനസ്സിലാക്കാതിരിക്കാൻ എനിക്ക് പറ്റുമോ? ഗാഥ നവീനെ കണ്ടിട്ട് വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. പക്ഷേ കീർത്തിയാണ് സിൻസിയറായിട്ട് നവീനെ സ്നേഹിച്ചത്. അതുകൊണ്ട് നവീനെ കീർത്തിയെ ഒരുമിപ്പിക്കാനാണ് എന്റെ തീരുമാനം. ഞാൻ എന്താ പറയാ? ഞാൻ പകൽക്കിനാവ് കാണുകയാണോ? അല്ല, ഞാൻ പറഞ്ഞ സത്യമാണ്. കീർത്തി, നവീനില്ലാതെ കുട്ടിക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഉദയനും നിർമ്മലയും പൂർണ്ണമായിട്ട് എന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ കീർത്തിയുടെയും നവീന്റെയും വിവാഹം ഞാൻ നടത്തിത്തരാം. അതിപ്പോ എങ്ങനെയാ? കാര്യങ്ങളൊക്കെ ഇപ്പൊ തറവാട്ടുകാർ നിശ്ചയിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ. വിവാഹത്തിന്റെ തീയതി നിശ്ചയിക്കുന്നതിനൊരു ഫംഗ്ഷൻ ഉണ്ടാവുമല്ലോ. ആ ഫംഗ്ഷനില് നവീന്റെ വധുവായിട്ട് കീർത്തിയായിരിക്കും ഞാൻ കൊണ്ടുചെന്ന് നിർത്തുന്നത്. അതുവരെ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമെങ്കിൽ മാത്രം. മോള് വല്ലാതെ ആഗ്രഹിച്ചതാ. അവള് 2-3 പ്രാവശ്യം ആത്മഹത്യാ ശ്രമവും നടത്തി. നിങ്ങളുടെ മകളുടെ ആലോചന വന്നപ്പോ ഞങ്ങൾ പറയുന്നതൊന്നും തറവാട്ടിലുള്ള ആരും കേൾക്കാതെ ഞങ്ങൾക്ക് യോഗ്യത കുറവായി. സ്നേഹിക്കുന്ന മനസ്സുകൾ ഒന്നിച്ച് ജീവിക്കട്ടെ. ശരി നിർമ്മല, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ഇനി കീർത്തിയുടെ കാര്യത്തില് നിങ്ങൾ രണ്ടുപേരും വേവലാതിപ്പെടണ്ട കേട്ടോ. എല്ലാത്തിനും ഞാനുണ്ട്. ഇറങ്ങട്ടെ മോളെ. കൃഷ്ണ